അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സ്നേഹ സമ്പൂജ്യരായ ശ്രോതാക്കളെ, നോക്കൂ ഈ സുന്ദരമായ ഫോട്ടോയിലേക്ക്. നമുക്ക് ഏറെ സുപരിചിതമായ ആ മുഖം, സദാ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വിനയത്തിൻ്റെ പ്രതീകമായി ജീവിച്ച ഒരു മഹാ വ്യക്തിത്വമാണ് മഹാനായ മർഹൂം ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ്. അള്ളാഹു അവിടത്തേക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വർഗത്തിലെ അത്യുന്നതമായ സ്ഥാനത്തിൽ വിരാജിക്കാൻ അള്ളാഹു റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്കും കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഷെയ്ഖുനെ പറ്റി ഓർക്കാനും ആ ജീവിതത്തിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു കാര്യം ഉറപ്പ്, നിശ്ചയം അള്ളാഹുവിനു വേണ്ടി ആര് വിനയം കാണിക്കുന്നുവോ അവനെ അള്ളാഹു ഉയർത്തുക തന്നെ ചെയ്യും. മൻ തവാളഅ ലില്ലാഹ് റഫഅഹുല്ലാഹ്. സുന്ദരമായ ഈ വചനത്തിൻ്റെ ജീവിക്കുന്ന മാതൃകയായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ്. ആർക്കും എപ്പോഴും കൂടെ നടക്കാനും തടസ്സങ്ങളില്ലാതെ സംസാരിക്കാനും സാധിക്കുന്നത്ര ലളിതമായിരുന്നു അവിടുത്തെ പെരുമാറ്റം. വിനയത്തോടുകൂടി ജീവിച്ചപ്പോൾ ഒരു മനുഷ്യന് കിട്ടാവുന്ന അത്രയും വലിയ ഒരു കബൂലിയത്താണ്, സ്വീകാര്യതയാണ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയത്. 20 വയസ്സായപ്പോൾ തന്നെ സ്വന്തം നാട്ടിലെ ഇമാമും ഖതീബുമായി സേവനം അനുഷ്ഠിക്കാൻ തുടങ്ങിയ ഒരു മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അത് 17 വയസ്സ് മുതൽ തന്നെ തുടങ്ങി എന്നുള്ളതാണ് ചരിത്രം. ജന്മനാട്ടിൽ ഇമാമും ഖതീബും ആവാൻ 17ാമത്തെ വയസ്സിൽ സാധിച്ചു എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് വായിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. സ്വന്തം നാട്ടിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ ജനങ്ങളോട് അത്രമേൽ ചേർന്ന് നിന്നു എന്നതുകൊണ്ട് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ ഒരു കബൂലിയത്താണത്. മൻ തവാളഅ ലില്ലാഹ് റഫഅഹുല്ലാഹ്. ഈ ഹദീസ് ഉസ്താദിൻ്റെ ജീവിതവുമായി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ കേരളക്കരയിൽ ഇൽമിൻ്റെ ട്രാൻസ്ഫോമറാണ് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയ. പ്രഗത്ഭരായ ഉന്നത ശീർഷരായ ഒത്തിരി ഉസ്താദന്മാർ അവിടെ ദീനി സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി വൈശിഷ്ട്യത ഉള്ള ആളുകളും അവിടെ ദീനിന് ഖിദ്മ ചെയ്തിട്ടുണ്ട്. അവരെ വിവിധങ്ങളായ രൂപത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥാനപ്പേരിൽ അറിയുന്നുണ്ടെങ്കിലും ഷെയ്ഖുൽ ജാമിഅ എന്ന സുന്ദരമായ ആ ഒരു നാമത്തിൽ അറിയപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദിനെ മാത്രമാണ്. മൻ തവാളഅ ലില്ലാഹ് റഫഅഹുല്ലാഹ് എന്ന ഹദീസ് ഉസ്താദുമായി കൊണ്ട് നമുക്ക് ചേർത്ത് നോക്കുമ്പോൾ ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സമയം ദൈർഘ്യമാകും, അത് നിങ്ങൾക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കും എന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ.
നമ്മളൊക്കെ എന്നും പ്രാർത്ഥിക്കാറുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് വെള്ളിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ രാവിലെ ആയിട്ട് മരണപ്പെടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ എന്ന് നമ്മളൊക്കെ പ്രത്യേകം ദുആ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അതോടൊപ്പം തന്നെ ദുആ ചെയ്യുന്നവരുമാണ്. എന്നാൽ അങ്ങനെ ദുആ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്ന് പറയുന്നത് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസു ഷരീഫ് തന്നെയാണ്. വെള്ളിയാഴ്ച ദിവസത്തിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ മരണപ്പെടുന്ന ഏതൊരു മുസ്ലിമിനെയും അള്ളാഹു ഖബർ ശിക്ഷയിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കാതിരിക്കില്ല എന്ന സുന്ദരമായ ഹദീസ് വചനമാണ്. വെള്ളിയാഴ്ച രാവിൻ്റെ അനുഗ്രഹീതമായ മരണം കൊണ്ട് അള്ളാഹു അവിടുത്തെ അനുഗ്രഹിച്ചു. വിനയപൂർവ്വം ജീവിച്ചു തീർത്ത ഒരു ജീവിതത്തിൻ്റെ മനോഹരമായ പൂർത്തീകരണമായിരുന്നു ആ വഫാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജകൾ ഉയർത്തി നൽകട്ടെ. അവിടുത്തെ ഖബർ ജീവിതം സന്തോഷപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിപ്പിക്കട്ടെ. അതിന് ഈ ഒരു ശ്രമം റബ്ബ് ഏറ്റവും വലിയൊരു സബബായി ശ്രമമായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.